നമസ്കാരം. എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന കുടുംബശ്രീകളെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. വളരെ കാലമായി കേരളത്തിൽ നിരവധി സ്തുത്യർഹമായ സേവനങ്ങൾ നടത്തി വന്നിട്ടുണ്ട് കുടുംബശ്രീകൾ. ദാരിദ്ര്യ നിർമ്മാർജ്ജനവും സ്ത്രീ ശാക്തീകരണവുമാണ് ഓരോ കുടുംബശ്രീയുടെയും ലക്ഷ്യം. അതിനായി എല്ലാ ആഴ്ചകളിലും ഏതെങ്കിലും ഒരു കുടുംബശ്രീ അംഗങ്ങളുടെ വീട്ടിൽ അത് മാറി മാറി ഇരുന്നു കൊണ്ട് അവർ നിക്ഷേപം സ്വീകരിക്കുകയും ആ നിക്ഷേപം സ്വരുക്കൂട്ടി ഏതെങ്കിലും ബാങ്കിൽ അടയ്ക്കുകയും ആ ബാങ്കിൽ നിന്ന് ലോൺ തരപ്പെടുത്തുകയും അത് തിരിച്ചടക്കുകയും വീണ്ടും ലോൺ എടുക്കുകയും തിരിച്ചടക്കുകയും ചെയ്യുന്ന ഒരു യാന്ത്രിക പ്രക്രിയ മാത്രമല്ല കുടുംബശ്രീയിൽ നടക്കേണ്ടത്. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി കേരളത്തിലെ കുടുംബശ്രീ മിഷൻ ആവിഷ്കരിച്ചു വരുന്ന നിരവധി ആകർഷകമായ പദ്ധതികളെ ഏറ്റവും താഴേക്കടയിലുള്ള കുടുംബശ്രീകളുടെ കൂട്ടായ്മ വരെ എത്തിക്കുക എന്നുള്ളത് അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിച്ചു കഴിഞ്ഞാൽ മാത്രമേ ദാരിദ്ര്യ നിർമ്മാർജ്ജനം, സ്ത്രീ ശാക്തീകരണം എന്നുള്ള ലക്ഷ്യത്തിലേക്ക് ഈ കുടുംബശ്രീകൾക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരാൻ വേണ്ടി കഴിയും. ഏതായാലും ഒരു പുതിയ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുണ്ട് കേരളത്തിലെ കുടുംബശ്രീ മിഷൻ. അത് കെ ഫോർ കെയർ പദ്ധതിയാണ്. കെ ഫോർ കെയർ പദ്ധതിയിൽ നിരവധി എക്സിക്യൂട്ടീവുകളെ സൃഷ്ടിച്ചിട്ടുണ്ട്. എല്ലാ ജില്ലകളിലും പരിശീലനം നേടിയ കെയർ എക്സിക്യൂട്ടീവുകളുണ്ട്. ഏകദേശം 500-ലേറെ പേർക്ക് പരിശീലനം നൽകിയിട്ടുണ്ട്. അതിൽ 300-ലേറെ പേർ ഇപ്പോൾ ആ രംഗത്ത് പ്രവർത്തിക്കുകയും നല്ല വരുമാനം നേടിയെടുക്കുകയും ചെയ്യുന്നുണ്ട്. എന്ത് പ്രവൃത്തിയാണ് ഈ കെയർ എക്സിക്യൂട്ടീവുകൾ നടത്തേണ്ടത്? രോഗി പരിചരണമാണ് ഒന്ന്. മറ്റൊന്ന്, വേണമെങ്കിൽ കുട്ടികളെ സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുന്നത് ഉൾപ്പെടെയുള്ള ജോലികൾ ഏറ്റെടുത്ത് ചെയ്യാം. രോഗി പരിചരണം എന്നുള്ളത് വയോജനങ്ങൾക്കാണ് ഏറ്റവും പ്രയോജനപ്രദം. അതേപോലെ ഭിന്നശേഷിക്കാർക്കും പ്രസവാനന്തര രോഗി പരിചരണവുമൊക്കെ ഈ പരിശീലനം ലഭിച്ച കെയർ എക്സിക്യൂട്ടീവ് നൽകും. കിടപ്പ് രോഗികൾക്കും ആവശ്യമായ എല്ലാ പരിചരണവും, അതുപോലെ തന്നെ നവജാത ശിശുക്കളുടെ പരിചരണവും ഒക്കെ ഈ കെയർ എക്സിക്യൂട്ടീവുകൾ ഏറ്റെടുത്ത് നടത്തുന്നു. ആ വിധത്തിലാണ് ഈ എക്സിക്യൂട്ടീവുകൾക്ക് മികച്ച പരിശീലനം കുടുംബശ്രീ മിഷൻ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇനി 2025 ആകുമ്പോഴേക്കും 1000-ലേറെ ഇത്തരം പരിശീലനം ലഭിച്ച കെയർ എക്സിക്യൂട്ടീവുകളെ സൃഷ്ടിക്കാനാണ് കുടുംബശ്രീ ശ്രമിക്കുന്നത്. ഇതിനായി ഒരു കോൾ സെന്ററും പ്രവർത്തിക്കുന്നുണ്ട്. 9188 925597 എന്ന നമ്പർ ഇതിനാണ്. ഒന്നുകൂടി പറയാം: 9188925597. ഇതാണ് കെയർ എക്സിക്യൂട്ടീവുകളെ ലഭിക്കുന്നതിനു വേണ്ടി സംസ്ഥാനത്ത് പ്രവർത്തിച്ചു വരുന്ന കോൾ സെന്ററുകൾ. ഈ കോൾ സെന്ററിലൂടെ ആവശ്യമായ സേവനങ്ങൾ ലഭ്യമാക്കാൻ നമുക്ക് അതത് ജില്ലകളിൽ പ്രവർത്തിക്കുന്ന കെയർ എക്സിക്യൂട്ടീവുകളെ പ്രയോജനപ്പെടുത്താൻ വേണ്ടി കഴിയും. അങ്ങനെ വീടുകളിൽ വിവിധ പരിചരണത്തിനായി എത്തപ്പെടുന്ന കുടുംബശ്രീ പ്രവർത്തകർ, അതായത് കെയർ എക്സിക്യൂട്ടീവുകൾക്ക് ആവശ്യമായ സുരക്ഷ ഒരുക്കുന്നതിനു വേണ്ടിയും സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. എവിടെയാണ് ഇവർ പ്രവർത്തിക്കുന്നതെങ്കിൽ അതിന് തൊട്ടടുത്തുള്ള കുടുംബശ്രീ CDSകളിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും കൈമാറുകയും ചെയ്യും. അങ്ങനെ വലിയ ഒരു പദ്ധതി തന്നെയാണ് കുടുംബശ്രീ മിഷൻ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ ശ്രമിച്ചു വരുന്നത്. ഇപ്പോൾ തന്നെ കേരളത്തിൽ പരിശീലനം കിട്ടിയ 500 പേരിൽ 300 പേർ ഈ രംഗത്ത് സ്തുത്യർഹമായ സേവനം ഏറ്റെടുത്തു കഴിഞ്ഞിട്ടുമുണ്ട്.
നല്ല ഒരു വരുമാന മാർഗമായി ഈ കെയർ എക്സിക്യൂട്ടീവുകൾ ഈ പദ്ധതിയെ പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നു. എല്ലാവരും വിവിധ പദ്ധതികൾ ഓരോ സമയത്തും കുടുംബശ്രീ ആവിഷ്കരിക്കുമ്പോൾ അതിന്റെ ഭാഗമാകാൻ ശ്രമിക്കണം. പലപ്പോഴും താഴെത്തറക്കടയിലുള്ള കുടുംബശ്രീ അംഗങ്ങൾ പല പരിപാടികളും അറിയാറില്ല. പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെന്റ് ഒക്കെ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്ന നിരവധിയായ പരിശീലന പരിപാടികളെ കുറിച്ച്. ഗ്രാമഗ്രാമാന്തരങ്ങളിലെ പാവപ്പെട്ട സ്ത്രീകൾക്ക് യാതൊരു ഫീസും നൽകാതെ പൂർണ്ണമായും സൗജന്യമായിട്ടാണ് ഇത്തരം പരിശീലന കേന്ദ്രങ്ങളിൽ പരിശീലനം നൽകുന്നത്. ദീനദയാൽ ഉപാധ്യായയുടെ പേരിൽ കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുള്ള പരിശീലന സെന്ററുകളിലേക്ക് കുടുംബശ്രീ പ്രവർത്തകരെ അയച്ച് അവിടുന്ന് വിവിധ കോഴ്സുകളിൽ പരിശീലനം നേടി അവർക്ക് സ്ത്രീ ശാക്തീകരണത്തിലും ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനത്തിലുമൊക്കെ പങ്കാളികളാകാം. അതായത് കൂടുതൽ വരുമാനം ഉണ്ടാക്കിക്കൊണ്ട് ഒരു കുടുംബത്തിന്റെ നട്ടെല്ലായി അത്താണിയെ പ്രവർത്തിക്കുന്നതോടുകൂടി അവർ ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഒരു ഭാഗമാക്കുകയാണ്. അതിനായി നിരവധി പദ്ധതികളാണ് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുള്ളത്. കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള നബാർഡ് തന്നെ ബാങ്കുകൾക്ക് ഉദാരമായ രീതിയിൽ തന്നെ സാമ്പത്തിക സഹായം നൽകുന്നുണ്ട്. അതും വളരെ കുറഞ്ഞ പലിശയിൽ. കുടുംബശ്രീകൾക്ക് ഇത് ലഭ്യമാകുന്നുമുണ്ട്. നബാർഡ് മുന്നോട്ട് വെച്ചിട്ടുള്ള 18ഓളം നിർദ്ദേശങ്ങൾ പാലിക്കുന്ന കുടുംബശ്രീകൾക്കാണ് ഇത്തരം ലോണുകൾ ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. അങ്ങനെ ലഭിച്ച ലോണുകൾ നബാർഡിന്റെ അനുവദിച്ച ബാങ്കുകളിലേക്ക് എത്തിയിട്ടുള്ള ലോണുകൾ ഉപയോഗിച്ച് നിരവധി പരിപാടികളും ഏതാനും കുടുംബശ്രീകൾ ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ട് എന്നല്ലാതെ പല കുടുംബശ്രീകളിലും ലോൺ എടുക്കുന്നു, തിരിച്ചടയ്ക്കുന്നു, നിക്ഷേപം വെക്കുന്നു, ഒന്നിച്ചു ചേരുന്നു, ബാങ്കിൽ അടയ്ക്കുന്നു, ഇങ്ങനെയുള്ള ഒരു യാന്ത്രിക പ്രവർത്തനം മാത്രമേ നടക്കുന്നുള്ളൂ എന്നുള്ളതാണ്. അതിൽ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ മാത്രമേ കുടുംബശ്രീ ലക്ഷ്യം വെക്കുന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജന സ്ത്രീ ശാക്തീകരണം എന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി കഴിയൂ. കുടുംബശ്രീ മിഷൻ നിരവധി പദ്ധതികൾ ഇതിനുവേണ്ടി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നുണ്ട്. അത് താഴേക്കടയിലുള്ള കുടുംബശ്രീ പ്രവർത്തകർ അറിയുകയും അത് ഏറ്റെടുത്ത് അതിനോടൊപ്പം നീങ്ങാനും പ്രവർത്തിക്കാനും തയ്യാറായാൽ തീർച്ചയായും ഓരോ ഗ്രാമത്തിന്റെയും മുഖച്ഛായ തന്നെ മാറും. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഈ വീഡിയോ കണ്ടിട്ടുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.